മത്സര സന്നദ്ധത അറിയിച്ച് പാലക്കാട് നഗരസഭ മുൻ അധ്യക്ഷ പ്രമീള ശശിധരൻ. താൻ നിരവധി വർഷമായി പാലക്കാട് പ്രവർത്തിക്കുന്നയാളാണ്. സാധ്യതാ പട്ടികയിൽ പേര് കേൾക്കുന്നതിൽ അത്ഭുതമില്ല എന്ന് പ്രമീള ശശിധരൻ. മറ്റു മണ്ഡലങ്ങളിൽ തനിക്ക് അധികം പരിചയമില്ല. തന്നെ അറിയുന്നത് പാലക്കാട്ടുകാർക്കാണ് എന്നും പ്രമീള ശശിധരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പ്രമീള ശശിധരൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ എല്ലാ പാർട്ടികളും തുടങ്ങി. എന്താണ് BJP പാലക്കാട് ലക്ഷ്യം വയ്ക്കുന്നത്? എന്താണ് കാണുന്നത്? പാലക്കാട് ഇപ്രാവശ്യം MLA BJPക്ക് തന്നെ ആയിരിക്കുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ 10 വർഷമായി പാലക്കാട് നഗരസഭ BJP ആണ് ഭരിക്കുന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പാലക്കാടൻ ജനത അതിനനുസരിച്ച് നിന്ന് BJPയുടെ ഒരു MLA കൊണ്ടുവരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു സ്ഥാനാർത്ഥി എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറി ഈ സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറാണ്. അത് അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്ന അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സ്ഥാനാർത്ഥിയാണ് അറിയില്ല. അത് സംസ്ഥാനം തീരുമാനിക്കുന്ന മാതിരി ആയിരിക്കാം. കാരണം സംസ്ഥാന നേതൃത്വത്തിനാണ് അതിനുള്ള പവർ മുഴുവൻ. അത് ആരാണോ സ്ഥാനാർത്ഥി അതിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആരായാലും പ്രശ്നമില്ല. പിന്നെ ആരായാലും പ്രശ്നമില്ല. കുറച്ചുനാളായി പ്രമീള ശശിധരൻ ജില്ലാ നേതൃത്വമായിട്ട് അഞ്ഞു നിൽക്കുകയാണെന്ന്. ഒന്നുമില്ല. എനിക്കങ്ങനെ വലിയൊരു രാഷ്ട്രീയമില്ലാത്ത ഒരാളാണ് ഞാൻ BJPയുടെ താമര ചിഹ്നത്തിൽ ജയിച്ച ആളാണെങ്കിൽ പോലും ജനസേവനം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന അവിടെ രാഷ്ട്രീയമോ അതൊന്നും നോക്കിയിട്ടല്ല ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാറ്. കഴിഞ്ഞ 25 വർഷമായിട്ട് പാലക്കാട് നഗരസഭയുടെ ഓരോ വാർഡിൽ നിന്നും ജയിച്ച ജനപ്രതിനിധിയല്ലേ. 15 വർഷം കൗൺസിലറായി, 3 വർഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി, 7 വർഷം മുനിസിപ്പൽ ചെയർപേഴ്സണായി. അപ്പോൾ ഇതിന്റെയൊക്കെ പേരിൽ എൻ്റെ പേര് വന്നുകൂടാന്നൊന്നുമില്ല. അതിൽ വലിയ അതിശയോക്തിയൊന്നും ഞാൻ കാണുന്നില്ല. മറ്റു മണ്ഡലങ്ങൾ എന്നെക്കുറിച്ച് അറിയണമെന്നില്ലല്ലോ. പാലക്കാടല്ലേ എന്നെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. പാലക്കാടൻ ജനതയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത്രയും വർഷം നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാർട്ടി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മത്സരിക്കും. ഏതായാലും നല്ല ഒരു മുന്നേറ്റം പാലക്കാട് ഉണ്ടാക്കാൻ കഴിയുന്നു. പാലക്കാട് ഒരു MLA ഉണ്ടാകുമെന്നുള്ളതാണ് പ്രമീള ശശിധരൻ വ്യക്തമാക്കുന്നത്. ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ് പാലക്കാട്.